എല്ലാ പ്രേക്ഷകർക്കും വീണ്ടും സ്വാഗതം. ഗുഡ് ഈവനിംഗ് വിത്ത് സുജയ പാർവതി തുടരുകയാണ്. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായിരുന്നു ബേപ്പൂരിൽ ഒരാൾക്ക് 3 വോട്ടർ ഐ ഡി എന്നത്. ഇപ്പോൾ ആ വാർത്തയിൽ നടപടി ഉണ്ടായിരിക്കുകയാണ്. റിപ്പോർട്ടർ വാർത്തയ്ക്ക് പിന്നാലെ 3 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു. 2 ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർമാർ, 1 ബൂത്ത് ലെവൽ ഓഫീസർ എന്നിവർക്കെതിരെയാണ് നടപടി. മുഖ്യ ഓഫീസർ സഞ്ജയ് കൗളാണ് കോഴിക്കോട് ജില്ലാ കളക്ടർക്ക് നടപടിയെടുക്കാൻ നിർദ്ദേശം നൽകിയത്. ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത ഞങ്ങളുടെ പ്രതിനിധി സിനോജ് തോമസ് നമുക്കൊപ്പം തത്സമയം എത്തുന്നു. വെരി ഗുഡ് ഈവനിംഗ് ആൻഡ് കൺഗ്രാറ്റുലേഷൻസ് വൺസ് അഗെയിൻ സിനോജ് തോമസ്. നമ്മൾ പുറത്തു കൊണ്ടുവന്ന വാർത്ത മണിക്കൂറുകൾക്കകം നടപടി ഉണ്ടായിരിക്കുകയാണ്. ഇന്നത്തെ ദിവസം സിനോജിനെ സംബന്ധിച്ചോളം വ്യക്തിപരമായും സന്തോഷമുള്ള ദിവസമായി മാറുകയാണ് അല്ലേ? തീർച്ചയായും. കാരണം നമ്മൾ ഇതുവരെ കേൾക്കാത്ത രീതിയിലുള്ള ഒരു വലിയൊരു ക്രമക്കേട്, അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ ഒരു കള്ള വോട്ട് ചെയ്യാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുന്നു എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. അത് അറിയാതെ നടന്നതായിരിക്കാം, പക്ഷേ അങ്ങനെ ഒരു വഴിയൊരുക്കലാണ് ഇവിടെ നടന്നത്. സാധാരണ മരിച്ചുപോയ ആളുടെ വോട്ട് ചെയ്യുക, അല്ലെങ്കിൽ സ്ഥലം മാറിപ്പോയ ആളുടെ വോട്ട് ചെയ്യുക, ഇരട്ട വോട്ട് ചെയ്യുക എന്നൊക്കെ തന്നെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ ഒരാൾക്ക് 3 നമ്പറിൽ ID കാർഡുകൾ നൽകുക, അദ്ദേഹത്തിന് 3 വോട്ടുകൾ ഒരു ബൂത്തിൽ തന്നെ അനുവദിക്കുക, അത് ആരും കണ്ടുപിടിക്കാതിരിക്കുക. അവസാനം നമ്മൾ വാർത്ത ചെയ്യുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് അന്വേഷണം പ്രഖ്യാപിച്ച് 3.5 മണിക്കൂർ കൊണ്ട്, നമ്മൾ വാർത്ത കൊടുത്ത് 3.5 മണിക്കൂറിനകം തന്നെ നടപടിയെടുക്കുക. നമ്മൾ രാവിലെ 10:15 വാർത്ത നൽകുന്നു, 3.5 മണിക്കൂറിനുള്ളിൽ തന്നെ ജില്ലാ കളക്ടർ അത് അന്വേഷിക്കുന്നു. നമ്മുടെ വാർത്ത പോയതിന് തൊട്ട് പിന്നാലെ തന്നെ ജില്ലാ കളക്ടർ ഓഫീസിൽ നിന്ന് ഈ വാർത്തയുടെ ലിങ്ക് വാങ്ങുന്നു, നമ്മുടെ കയ്യിലുള്ള രേഖകളൊക്കെ തന്നെ ആവശ്യപ്പെടുന്നു, അന്വേഷിക്കുന്നു. റിപ്പോർട്ട് 3 ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ നൽകണമെന്ന ശുപാർശ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് കൈമാറുകയാണ് ചെയ്തത്. കാരണം ഇത് അടിസ്ഥാനപരമായി ഈ ലോക്കൽ ലെവൽ, അതായത് ഏറ്റവും താഴെയുള്ള ഉദ്യോഗസ്ഥരാണ് ഈ 3 പേര് പറയുന്നത്. അവരാണ് ഈ വിവരശേഖരണം നടത്തി, അതായത് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്ന സമയത്ത് ഏതെങ്കിലും തരത്തിൽ ക്രമക്കേട് ഉണ്ടെങ്കിൽ അവർക്കാണ് ഏറ്റവും കൂടുതൽ അറിയാൻ വേണ്ടി കഴിയുക. കാരണം ആ പ്രദേശത്തുള്ള ഉദ്യോഗസ്ഥരായിരിക്കും ഇവർ. ഒപ്പം തന്നെ ഇവരുടെ ചുറ്റുപാടും അന്വേഷിച്ച് ഇവർ അവിടെ തന്നെയുള്ള സ്ഥിര താമസക്കാരാണോ, ഇവർക്ക് വേറെ വോട്ടർ ID ഉണ്ടോ, അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും വോട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ അന്വേഷിച്ച് റിപ്പോർട്ട് നൽകേണ്ട ഉദ്യോഗസ്ഥരാണ്. അവർക്ക് വീഴ്ച പറ്റി എന്ന് ജില്ലാ കളക്ടർ തന്നെ സ്ഥിരീകരിക്കുന്നു. അങ്ങനെയാണ് ഈ നടപടിക്ക് ശുപാർശ ചെയ്തത്. 3 ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നായിരുന്നു ജില്ലാ കളക്ടറുടെ ശുപാർശ. അത് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അംഗീകരിക്കുകയും ചെയ്തിരിക്കുകയാണ്. കാരണം കഴിഞ്ഞ ജനുവരി 22-നാണ് ഈ വോട്ടർ പട്ടിക പുറത്തിറക്കുന്നത്. 3 മാസത്തോളം നീണ്ട നടപടിക്രമങ്ങൾക്ക് ശേഷമാണ് ഈ പട്ടിക പുറത്തിറക്കുന്നത്. ആൾക്കാർക്ക് പരാതി നൽകാൻ സമയമുണ്ടായിരുന്നു. അതിനുശേഷം ഈ പട്ടിക പുറത്തിറങ്ങിയ ശേഷം ഈ 1.5 മാസത്തോളം സമയം ഉണ്ട്. ഇപ്പോൾ മാർച്ച് മാസമായി. ഇതിനിടയിൽ പോലും ഇങ്ങനെ ഒരാൾക്ക് 3 വോട്ടുണ്ടെന്ന് കണ്ടെത്താൻ നമ്മുടെ സംവിധാനങ്ങൾക്ക്, തെരഞ്ഞെടുപ്പ് സംവിധാനങ്ങൾക്ക് സാധിച്ചില്ല. രാഷ്ട്രീയ പാർട്ടികൾക്കും സാധിച്ചില്ല എന്നൊരു കൗതുകരമായ കാര്യമുണ്ട്. കാരണം ഈ തെരഞ്ഞെടുപ്പ് വരുന്ന ഘട്ടത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ ഓരോ ബൂത്തിലും ബൂത്ത് ഏജന്റുകളെ വെച്ചുകൊണ്ട് തന്നെ അവിടുത്തെ വോട്ടേഴ്സ് ലിസ്റ്റ് പരിശോധിച്ച് എവിടെയെങ്കിലും ഇരട്ട വോട്ടുകളുണ്ടോ, മരിച്ചുപോയ ആളുകളുണ്ടോ എന്നൊക്കെ തന്നെ പരിശോധിക്കാറുണ്ട്. പക്ഷേ ഇവിടെ അതും സംഭവിച്ചില്ല. ഇവിടെ ഒരാൾ 3 വോട്ടുമായി ഈ വോട്ടേഴ്സ് ലിസ്റ്റിൽ മറിഞ്ഞിരുന്നു. അദ്ദേഹത്തിന് 3 വോട്ടർ ID കാർഡുകൾ തപാലിൽ വീട്ടിലെത്തിയപ്പോഴാണ് തനിക്ക് 3 ID കാർഡ് ലഭിച്ചു. അതിന് 3 നമ്പറാണെന്ന് തിരിച്ചറിയുന്നത്. അത് നമ്മൾ കണ്ടെത്തി. നമ്മൾ വാർത്ത ചെയ്യാൻ വേണ്ടി ചെല്ലുന്ന സമയത്ത് അദ്ദേഹം അത് തെറ്റ് തിരിച്ചറിഞ്ഞ അദ്ദേഹം 2 കാർഡുകൾ റദ്ദ് ചെയ്യാൻ വേണ്ടി അദ്ദേഹം തന്നെ ഓൺലൈനായിട്ട് അപേക്ഷ നൽകുകയാണ് ചെയ്യുന്നത്. പിന്നീടാണ് നമ്മൾ വോട്ടേഴ്സ് ലിസ്റ്റ് പരിശോധിക്കുന്നത്. ആ സമയത്താണ് ഞെട്ടിക്കുന്ന വിവരം ലഭിക്കുന്നത്. ബേപ്പൂർ മണ്ഡലം, അതായത് കോഴിക്കോട് പാർലമെൻറ്റ് മണ്ഡലത്തിലെ ബേപ്പൂർ നിയോജക മണ്ഡലത്തിലെ 24 നമ്പർ ബൂത്തിലാണ് ഇദ്ദേഹത്തിന് വോട്ട് ഉണ്ടായിരുന്നത്. അതും ഒരു ബൂത്തിൽ 3 ക്രമ നമ്പറുകൾ, പല സ്ഥലത്തായിട്ടുള്ള ക്രമ നമ്പറിലാണ് ഇദ്ദേഹത്തിന് വോട്ടുണ്ടായിരുന്നത്. 1214 വോട്ടർമാരാണ് ആകെ ഇവിടെ ഉള്ളത്. അതിൽ 3 സ്ഥലത്തായിട്ട് ഇദ്ദേഹത്തിന് ക്രമ നമ്പറിൽ വോട്ട് കിടക്കുന്നു. നമ്മൾ വാർത്ത ചെയ്തതിന് പിന്നാലെ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടിയന്തരമായി ഇടപെട്ട് ഇപ്പോൾ നടപടി സ്വീകരിച്ചിരിക്കുന്നു. സുജയ, ഓക്കെ, താങ്ക് യു. സിനോജ് തോമസ് ആണ് കോഴിക്കോട്ട് നിന്ന് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത്. ഇപ്പോൾ അതിൽ ഇമ്പാക്റ്റ് ഉണ്ടായിരിക്കുകയാണ്. ഇന്നത്തെ ദിവസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി അത് മാറുകയാണ്.